ഹായ് ഫ്രണ്ട്സ്, ജോണാസ് ക്രിയേറ്റീവ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈൽ ഉണക്കമീൻ മാങ്ങാക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണക്കമീൻ മാങ്ങാക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഉണക്കമീനാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഉണക്കമീൻ തെരണ്ടി മീനാണ്. തെരണ്ടി മീൻ 1/2 കിലോളം തെരണ്ടി മീൻ, ഒരു തേങ്ങ അരച്ച് പേസ്റ്റാക്കിയത്, ഒരു മാങ്ങ സ്ലൈസ് ചെയ്തത്, ഉള്ളി 100 ഗ്രാം, വെളുത്തുള്ളി 2 ടീസ്പൂണ്, ഇഞ്ചി 2 ടീസ്പൂണ്, പച്ചമുളക് 8 എണ്ണം, മുളക് പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 3 ടീസ്പൂണ്, ഉലുവ 1/2 ടീസ്പൂണ്, കടുക് 1 ടീസ്പൂണ്, എണ്ണ ആവശ്യത്തിന്, പിന്നെ നമുക്ക് കടുക് താളിക്കാനുള്ള ഉള്ളി സ്ലൈസ് ചെയ്ത്, പത്രമുളക്, കറിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് ഉണക്കമീൻ മാങ്ങാക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അടുത്തത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല ഇടുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പം ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വേകാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. നമുക്ക് ഉണക്കമീൻ മാങ്ങക്കറിയിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. നമ്മുടെ എണ്ണ ചൂടായിരുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പത്രമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു ശകലം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ്
അപ്പം നമ്മുടെ ഉണക്കമീൻ മാങ്ങാക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.